സാധാരണക്കാരൻ്റെ ഭാഷ പറയുകയും ഉപയോഗിക്കുകയും ചെയ്തവനാണ് ഈശോ. അനുദിന ജീവിതത്തിൽ ആളുകൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഉപമയായും ഉദാഹരണമായും ഈശോ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് മീൻപിടുത്തത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും വിരുന്നിനെക്കുറിച്ചുമൊക്കെ ഈശോ സംസാരിച്ചിട്ടുള്ളത്. ആശാരിയുടെ മകനായ ഈശോ ഇന്ന് വീടുപണിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വചനഭാഗം നാം കാണുക മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്താണ്. 3 അധ്യായങ്ങളിലായി നീണ്ടുകിടക്കുന്ന ഈ പ്രസംഗത്തിൻ്റെ ഉപസംഹാരമാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലെയാണ് 2 വീടുകളുടെ ഉപമയിലൂടെ ഈശോ പറയുക. പാറപ്പുറത്തും മണൽപ്പുറത്തും പണിത വീടുകൾ. എന്താണ് ഈശോ പറയുന്നതിൻ്റെ രത്നചുരുക്കം? നാം അവിടുത്തെ വചനം കേൾക്കുന്നവർ മാത്രമായാൽ പോരാ, അത് ജീവിക്കുവാൻ, അതിലെ മൂല്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. ഫീലിങ്സിൽ നിന്നും ഡീലിങ്സിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം. അതായത് വൈകാരിക തലത്തിൽ നിന്നും പ്രവർത്തന തലത്തിലേക്കുള്ള ഒരു യാത്ര. 2 കാര്യങ്ങളാണ് നാം ഇന്ന് ഇവിടെ ചിന്തിക്കുക. ഒന്നാമതായി കേൾക്കുന്നവരാവുക. നമുക്കറിയാം, കേൾക്കുന്നതിലും കാണുന്നതിലും നാം ഒട്ടും പിന്നിലല്ല. പ്രത്യേകിച്ച് നോമ്പുകാലത്തിലേക്ക് നാം കടന്നിരിക്കുമ്പോൾ നോമ്പുകാല ചിന്തകൾക്ക് യാതൊരു കുറവുമില്ല. വചന സന്ദേശങ്ങൾ കേൾക്കാൻ എത്രയെത്ര അവസരങ്ങളാണ് നമുക്കുള്ളത്. യൂട്യൂബിലും വാട്സാപ്പിലും TV-യിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും, എന്തിനേറെ സാധാരണ ന്യൂസ് പേപ്പറിൽ പോലും നോമ്പുകാല ചിന്തകൾ നമുക്കിന്ന് ലഭ്യമാണ്. അതുകൂടാതെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമൊക്കെ യൂട്യൂബ് ചാനലുകളിൽ പ്രാർത്ഥനകളും വചന സന്ദേശങ്ങളിലും നാം പങ്കുചേരുന്നു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതും സത്യം. ഇതുകൂടാതെ നാമൊക്കെ വ്യക്തിപരമായി ബൈബിൾ വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. വചന സന്ദേശങ്ങളും ധ്യാനചിന്തകളും കേൾക്കുവാനും കാണുവാനും ഇത്രമാത്രം നാം താല്പര്യം കാണിക്കുമ്പോൾ ഇതിൽ നിന്നും എത്രമാത്രം ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്? ഇവയൊക്കെ എത്രമാത്രം നമ്മെ സ്വാധീനിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുവാൻ ഇതിനൊക്കെ സാധിക്കുന്നുണ്ടോ? ഈ പരിപാടികൾ എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്ന് നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. സുവിശേഷത്തിൽ നാം കാണുന്ന ഒരു കഥാപാത്രമുണ്ട്, ഹെറോദേസ്. സ്നാപക-യോഹന്നാൻ്റെ മരണത്തിന് കാരണക്കാരനായ ഹെറോദേസ് സ്നാപക-യോഹന്നാൻ പ്രസംഗിച്ചപ്പോഴൊക്കെ അത് സന്തോഷത്തോടെ താല്പര്യത്തോടെ കേട്ടു. എന്നാൽ തൻ്റെ പാപവഴികൾ ഉപേക്ഷിക്കാനോ ജീവിതത്തിൽ മാറ്റം വരുത്താനോ ഹെറോദേസിന് സാധിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഒന്നാമതായി കേൾക്കുന്നതിൽ താല്പര്യമുള്ളവരാവുക, രണ്ടാമതായി കേൾക്കുന്നതനുസരിച്ച് ജീവിക്കുന്നവരാവുക. വചന സന്ദേശങ്ങളും ധ്യാനചിന്തകളും ഒക്കെ കേൾക്കുമ്പോൾ വൈകാരികമായി മാത്രം സംതൃപ്തി കണ്ടെത്തുന്നവരാകാതെ അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ വചനത്താൽ സ്വാധീനിക്കപ്പെടുവാൻ വചനത്തെ നമുക്ക് അനുവദിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഫീലിങ്സിൽ നിന്നും ഡീലിങ്സിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതമെന്ന്. സ്നേഹമുള്ളവരെ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് അഥവാ ജീവിതശൈലി രോഗങ്ങൾ എന്നതിനെക്കുറിച്ച് ഈ കാലത്ത് നാം ഒത്തിരി കേൾക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ വീഡിയോകൾ, ക്ലാസ്സുകൾ, ലേഖനങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ ഇന്നുണ്ട്. എപ്രകാരം ജീവിതശൈലി രോഗങ്ങളെ തടയാം, എപ്രകാരം ഈ രോഗങ്ങളെ അതിജീവിക്കാം എന്നൊക്കെ ഈ ക്ലാസ്സുകളിലൂടെ, ലേഖനങ്ങളിലൂടെ നാം വായിക്കുന്നു, കാണുന്നു. എന്നാൽ ഇത് കണ്ടിട്ടും കേട്ടിട്ടും അതിനെക്കുറിച്ച് അറിവുണ്ടായിട്ടും മാത്രം കാര്യമില്ല. ഒരുപക്ഷെ ഇപ്രകാരമുള്ള ക്ലാസ്സുകളിൽ, ലേഖനങ്ങളിൽ അവർ ചില ഭക്ഷണ ക്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാകാം, വ്യായാമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടാകാം, ചില പഥ്യങ്ങൾ, ഡയറ്റുകളൊക്കെ അവർ നിർദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ പാലിക്കുമ്പോഴാണ് രോഗങ്ങൾ വരാതിരിക്കാനും രോഗങ്ങളുള്ളവർക്ക് അതിനെ അതിജീവിക്കാനും സാധിക്കുക. പ്രിയപ്പെട്ടവരെ, നാം കേൾക്കുന്ന വചനമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ അളവുകോൽ. അവിടെയാണ് നമ്മൾ പാറപ്പുറത്ത് വീട് പണിത മനുഷ്യനെ പോലെ ആയി മാറുക. ഇവിടെ നമുക്ക് മാതൃകയാവുന്നത് കാനായിലെ കല്യാണ വിരുന്നിലെ സേവകന്മാരാണ്.
പരിശുദ്ധ അമ്മ അവരോട് പറയുകയാണ്, നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുവിനെന്ന്. യേശു പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്. ദൈവവചനം കേൾക്കുന്നവർ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെയും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുമെന്നത് ഉറപ്പാണ്. ഇന്ന് ഈ വചന സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രം നമ്മോട് തന്നെ ചോദിക്കാം. എന്നാണ് അവസാനമായി നാം കേട്ട ഒരു വചനമനുസരിച്ച്, നാം വായിച്ച ഒരു വചനമനുസരിച്ച്, നാം കേട്ട ഒരു ധ്യാന ചിന്തയനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചത്? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, എന്നാണ് അവസാനമായി നാം കേട്ട ഒരു കാര്യമനുസരിച്ച് വ്യത്യസ്തമായി ഒന്ന് ചിന്തിക്കുവാൻ, വ്യത്യസ്തമായി ഒന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, വൈകാരിക തലത്തിൽ നിന്നും പ്രവൃത്തി തലത്തിലേക്ക് നമുക്ക് മാറാം. നാം കേൾക്കുന്ന വചനമനുസരിച്ച് നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ, ജീവിതത്തെ നവീകരിക്കുവാൻ, ഒന്നുകൂടി മെച്ചപ്പെട്ടതാക്കുവാൻ വചനം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.